നിങ്ങളെല്ലാവർക്കും ഒരു കഥ ഓർമ്മയുണ്ടാവും. അദ്ദേഹം ഒരിക്കൽ ഒരു ചടങ്ങിന് ചിലവർ ക്ഷണിച്ചപ്പോൾ പോകാൻ സാധിച്ചില്ല. അപ്പോൾ അവർ പറഞ്ഞു, മഹാത്മാജി നിങ്ങൾക്ക് വരാൻ സാധിച്ചില്ലെങ്കിൽ ഒരു സന്ദേശമെങ്കിലും അയച്ചു തരില്ലേ. അദ്ദേഹം ഒരു പോസ്റ്റ് കാർഡിൽ ഒരു വരി എഴുതി, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അപ്പോൾ ആ ജീവിതത്തെക്കുറിച്ച് അറിയണം മഹാത്മാഗാന്ധിജി. അദ്ദേഹം എന്താണ് ഈ ലോകത്തിലേക്ക് സംഭാവന ചെയ്തത്, എന്താണ് നമ്മളെല്ലാവരെയും പഠിപ്പിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രീ കമ്പരനാരായണ ഗാന്ധിദർശൻ സമിതിയും കൂടി നമ്മളുടെ DCC പ്രസിഡന്റ് മുമ്പിലും അഡ്വക്കേറ്റ് സുബോധനും നമ്മളെല്ലാ മുതിർന്ന നേതാക്കളുടെ മുമ്പിലും ഈ ഓട്ടോബയോഗ്രഫി 1925 പബ്ലിഷ് ചെയ്ത ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്, ആ സത്യത്തെ അദ്ദേഹത്തിന്റെ എപ്പോഴും ജീവിച്ചത് സത്യത്തിന് വേണ്ടിയിട്ടാണ്. ആ സത്യത്തിന്റെ വില മനസ്സിലാക്കാത്തവർ മാത്രമേ ഇങ്ങനെ സംസാരിക്കുള്ളൂ മഹാത്മാഗാന്ധിയെക്കുറിച്ച്. അതുകൊണ്ട് സത്യത്തിന്റെ പേരിൽ ഇന്ന് നമ്മൾ ഈ പുസ്തകത്തിനെ പോസ്റ്റ് ചെയ്ത് അയച്ചു കൊടുക്കുന്നു. അത്രേ പറയാനുള്ളൂ. ഞാൻ എല്ലാ ബ്ലെസ്സിങ്സും എല്ലാ അനുഗ്രഹവും കാണിച്ചില്ല. അദ്ദേഹം ഈ സിമ്പിൾ എഡിഷൻ 80 രൂപയുള്ളൂ. അദ്ദേഹത്തിന് മേടിക്കാനാവുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞങ്ങൾ ഇതിനെ അയച്ചു കൊടുക്കണം. അദ്ദേഹത്തിന്റെ ഗുണത്തിന് വേണ്ടി അദ്ദേഹം മേശപ്പുറത്തെങ്കിലും ഇരിക്കട്ടെ. അത് മാത്രം പറഞ്ഞിട്ട് ഞാൻ ഈ ചടങ്ങിനെയും ഈ ഇന്നത്തെ ഈ സന്ദേശവും ഞങ്ങളുടെ സന്ദേശത്തെ ഔചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ എക്സിറ്റ് പോൾ പറഞ്ഞാൽ പുതിയൊരു വോട്ടല്ലല്ലോ. 26-ാം തീയതി ജനങ്ങൾ തീരുമാനം തന്നെ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഞങ്ങളുടെ നല്ലൊരു കംഫർട്ടബിൾ വിജയമായിരിക്കും, ഒരു സംശയമില്ല ഞങ്ങളുടെ മനസ്സിൽ. ഞാൻ രാവിലെ വോട്ട് ചെയ്ത ശേഷം നമ്മുടെ ഈ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിന്റെ എല്ലാ മുക്കിലും പോയി ഞാൻ നോക്കി, ആൾക്കാരെ കണ്ടു. നമ്മുടെ പാർട്ടി പ്രവർത്തകരുടെ പ്രവർത്തനം, അവർ ബൂത്തിലിരിക്കുന്ന, അവർ ഈ മേശപ്പുറത്തിരിക്കുന്ന എന്താണ് ജനങ്ങളുടെ റിയാക്ഷൻ അവർ കാണുന്നത്. മറ്റേവരുടെ മേശയും നമുക്ക് കാണാൻ സാധിച്ചു. നമ്മൾക്കറിയാം ആരാണ് ജയിച്ചിരിക്കുന്നത്. നമുക്ക് ഒരു സംശയവും ഒരു ഭയമില്ല, ഒരു വേർപ്പുമില്ല. ഞാൻ ചിലവരോട് പറയട്ടെ. ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ എത്രത്തോളമാണ് ഈ അവസാന മണിക്കൂർ? നോക്കൂ, ഇന്ത്യ മുന്നണി ഇന്നലെ ഡൽഹിയിൽ കൂടിയിട്ട് അവരെന്നെ പറഞ്ഞു 295 ആണ് അവരുടെ കണക്ക്. അതിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വലിയൊരു ഭാഗമുണ്ടാവും. പക്ഷെ മറ്റേവരും നന്നായി ഇറങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരുടെ കണക്ക് പ്രകാരം 295 എന്ന് കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജുൻ ഖർഗെ പ്രഖ്യാപിച്ചത്. അപ്പം അതിനെക്കുറിച്ച് ഞങ്ങളുടെ മനസ്സിലൊരു സംശയവുമില്ല. ഞാൻ തന്നെ 12 സംസ്ഥാനത്ത് പോയി പ്രചരണം ചെയ്ത ശേഷം ഞാൻ എല്ലാവരുടെയും കണ്ട സ്ഥിതിയല്ല ഞാൻ ഈ എക്സിറ്റ് പോൾസ് കാണുന്നത്. ഈ എക്സിറ്റ് പോൾസ് എന്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ഗ്രൗണ്ട് ലെവൽ കണ്ട ശേഷം മറ്റേ നേതാക്കളോട് സംസാരിച്ചു. അവരും പ്രചരണം ചെയ്തവരാണ്. അതിൻ്റെ ഒപ്പം പല മാധ്യമക്കാരും എന്നോട് സംസാരിച്ചു. അവരും എല്ലാവരും ഓടി നടക്കുന്നവരാണ്. അപ്പം നിങ്ങളുടെ ജോലി ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് നിങ്ങളുടെ ഒരു പൾസ്. ആ പൾസ് പ്രകാരം ഞങ്ങൾക്ക് ഒരു ദൈന്യ എണ്ണമൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇത് ശരിയല്ല ഇവർ പറയണത്. ഈ എക്സിറ്റ് പോള് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരിങ്ങനെയൊക്കെ പറയണത്? എന്തുകൊണ്ടാണ് എല്ലാ എക്സിറ്റ് പോലും ഒരേപോലെ ഒരു നമ്പർ കൊടുക്കുന്നത്? ഇതൊക്കെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും നാളെ നമ്മൾ വീണ്ടും സംസാരിക്കുമല്ലോ. കേരളത്തിൽ താമര വിരിഞ്ഞാൽ ഉത്തരവാദിത്വം ആർക്കായിരിക്കും? എന്റെ അഭിപ്രായത്തിൽ അത് 2029 ചോദിക്കേണ്ടി വരും. 24 സമയത്ത്